ലോക്കപ്പിൽ കിടക്കുന്ന റീത്തയെ കാണാനെത്തി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജയിലിൽ കിടക്കുന്ന നമ്മുടെ റീത്തയെ കാണാൻ അലീന എത്തുന്ന ഒരു കാഴ്ചയാണ്. കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ എൽസമ്മയും കൂടാതെ തന്നെ റീത്തയും വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മുടെ ടെസയെ ചികിത്സിക്കാനായിട്ട് ലക്ഷങ്ങൾ കൊടുത്തതിൻ്റെ കണക്കും അത് ചികിത്സിക്കാതെ മുക്കിയ കണക്കും അലീനയും സ്റ്റാലിനും കൂടി വെളിപ്പെടുത്തുകയാണ് എന്ന് കാണാൻ കഴിയും. ഒടുവിൽ കുറ്റം സമ്മതിക്കുകയല്ലാതെ വേറൊരു വഴിയും റീത്തയുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അലീന കുറ്റം സമ്മതിപ്പിക്കുകയും കുറ്റം സമ്മതിച്ച നമ്മുടെ റീത്തയ്ക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്ത ജയിലഴിക്കാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ കഥയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അലീനയുടെ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് റീത്തയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം വേറൊന്നുമല്ല, റീത്ത ഒരൊറ്റൊരാളാണ് എല്ലാവരെയും അലീനയ്ക്കെതിരെ തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതായത് റീത്തയ്ക്ക് എങ്ങനെയെങ്കിലും അലീനയുടെ ശല്യം ഇല്ലാതാക്കണം, എങ്കിൽ മാത്രമേ സ്വത്തുക്കളെല്ലാം കൃത്യമായിട്ട് സ്റ്റാലിൻ്റെ കൈകളിലും തൻ്റെ സഹോദരിയുടെ പേരിലേക്കും വരികയുള്ളൂ എന്ന് തന്നെയാണ് റീത്ത ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നത് എന്ന് കാണാം. സഹോദരിയുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് കിട്ടുന്നതിന് തുല്യമാണെന്നും റീത്തയ്ക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. ആ സ്വത്ത് കിട്ടുന്നതിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് തൻ്റെ സഹോദരങ്ങളെല്ലാം കൂട്ടി സംസാരിക്കാനായിട്ട് റീത്ത പോവുകയാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം സ്റ്റാലിയാണെങ്കിൽ കാലണ തരില്ല എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കുക. ഇതേ സമയം റീത്ത പറയുന്നുണ്ട്, നിന്നിൽ നിന്നും പൈസ ഞാൻ തീർച്ചയായും വാങ്ങിയെടുക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ള മിടുക്കൊന്നും ഇല്ല റീത്താമ്മേ. നിങ്ങൾ വിചാരിക്കുന്ന കഴിവൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയുന്നു. പിന്നെ ഈ പൊട്ടന്മാരും കൂട്ടി വന്ന് പണം മേടിക്കാം, പണം വാരിയെടുക്കാം എന്നുള്ള വല്ല ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കാലണ ഇവർ ഒന്നും സമ്പാദിച്ച് തരാനായിട്ട് പോകുന്നില്ല. എന്നിൽ നിന്നും ഒരു രൂപ പോലും നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഈ വേഷം കെട്ട് കാണിക്കുന്നത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് എന്ന് സ്റ്റാലി ചോദിക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയം നിൻ്റെ മോളെ ഇവിടെ രാജകുമാരിയെ പോലെയല്ലേ നോക്കുന്നത്, നിൻ്റെ ബാക്കിയുള്ള മക്കളെ എന്തുകൊണ്ട് അങ്ങനെ നോക്കുന്നില്ല എന്ന അടുത്ത ചോദ്യം നമ്മുടെ റീത്ത ചോദിക്കുന്നു. അപ്പോൾ അവരെ നിങ്ങൾ എന്നിൽ നിന്നും പിരിച്ചു പോയപ്പോൾ, നിങ്ങൾ അവരെ എന്നിൽ നിന്നും പറിച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തോന്നിയില്ലേ ഞാൻ അവരെ മറക്കുമെന്നും സ്നേഹിക്കുമില്ല എന്നും? നിങ്ങളല്ലേ എൻ്റെ ജീവിതം തകർത്ത് അവരെ എന്നിൽ നിന്നും പറിച്ചു കൊണ്ടുപോയത്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ അപരാധം പറഞ്ഞാൽ റീതാമേ, നിങ്ങൾ പെണ്ണാണ് സ്ത്രീയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല, നിങ്ങളുടെ കരണത്ത് നല്ല വീക്ക് കിട്ടുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെയാണെങ്കിൽ എൻ്റെ മക്കളാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെസയെ ചികിത്സിക്കാൻ ഒരുപാട് പണം ഞാൻ കൈമാറി തന്നത്, അതെന്താ നിങ്ങൾ പറയാത്തത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം പണമോ, എന്തിനാ സ്റ്റാലി വെറുതെ ആവശ്യമില്ലാതെ നുണ പറയുന്നത്? റീതാമ്മ ചേച്ചി പറഞ്ഞല്ലോ 50 പൈസ പോലും ടെസമോളെ ചികിത്സിക്കാൻ നിങ്ങൾ തന്നില്ല എന്ന്, ഒന്നും തന്നിട്ടില്ല എന്നും പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ
അതാണ് എൻ്റെ എൽസമ്മേ, നിന്നെയൊക്കെ ഇവർ പറ്റിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞത്. നീ ഈ ബുദ്ധിയില്ലാത്തവർ പറയുന്നത് കേട്ട് ബുദ്ധിയില്ലാത്ത അടിമയെപ്പോലെ കേട്ട് എല്ലാം വിശ്വസിക്കുകയാണ്. അതായത് എൻ്റെ ടെസമോളെ ചികിത്സിക്കാൻ ഞാൻ ഇവരുടെ കയ്യിൽ ഒരുപാട് പണം കൊടുത്തിരുന്നു എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുന്നു. ഇവരത് അമുക്കി തിന്നതിന് എന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എൽസമ്മ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയം എൻ്റെ റീത്ത സഹോദരി, ഈ സ്റ്റാൻലി പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. എവിടെ സത്യം? ഇത് നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ടാണെന്നേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അലീനയാണെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനൊന്നുമല്ല, കൃത്യമായ തെളിവും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന അവർക്ക് മുൻപിലേക്ക് വരികയാണ്. കൂടാതെ പപ്പയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും റീത്താമ്മയുടെ ബാങ്കിലേക്ക് ഇട്ട സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അലീന വരികയാണ്. അതായത് ഒരുപാട് ലക്ഷം രൂപ റീത്തയുടെ പേരിലേക്ക് ഇട്ടിട്ടുണ്ടെന്നും അത് നിങ്ങൾക്കും നിങ്ങളെ ചികിത്സിക്കാനും, അതായത് നിങ്ങളുടെ മകളെ, എൻ്റെ സഹോദരിയെ ചികിത്സിക്കാനുമാണെന്നും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് അവളിങ്ങനെ ആയതെന്നും റീത്ത എന്ന് പറയുന്ന ഈ ആൻറ്റി നിങ്ങളെല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്നും അലീന പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം വെറുതെ കള്ളം പറയല്ലേ നീ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ നുണ പറയുന്നോടി എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തിനാ നുണ പറയുന്നത്? ഇന്നാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പപ്പ പണമിട്ടതിൻ്റെ എല്ലാ തെളിവുകളും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയുടെ കയ്യിലും സഹോദരങ്ങളുടെ കയ്യിലേക്കും ഇത് കൊടുക്കുകയാണ്. അവരാ സത്യം മനസ്സിലാക്കുകയാണ്. ചതി സ്റ്റാലിൽ നിന്നുമല്ല, ഉള്ളിൽ നിന്നും തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന്. റീത്ത തന്നെയാണ് യഥാർത്ഥ ചതിയെത്തി എന്ന്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിപ്പിച്ചിട്ടുണ്ട്, ഇതിനെല്ലാത്തിനും സമാധാനം നിങ്ങൾ പറയണമെന്നും എൻ്റെ ടെസ സഹോദരിയുടെ ജീവിതം തകർത്തതിന് നിങ്ങൾ ഉത്തരം പറയണമെന്നും റീത്തയോട് പറയുകയും ഒടുവിൽ പോലീസ് വന്നെത്തുകയും റീത്തയെ കൊണ്ടുപോവുകയും റീത്തയെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലിടുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ലോക്കപ്പിൽ കിടക്കുന്ന റീത്തയെ കാണാൻ അലീന എത്തുന്ന ഒരു സംഭവ വികാസവും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം